ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് 15,000-ലേറെ ക്രിസ്തുമസ് പാപ്പമാർ പങ്കെടുത്ത മെഗാ ബോൺനത്താലെ 2024 ജില്ലയിലെ 107 ഇടവകകളിൽ നിന്നുള്ള ക്രിസ്തുമസ് പാപ്പമാർ ബോൺനത്താലയുടെ ഭാഗമായി 60 അടിയിലേറെ ഉയരമുള്ള ചലിക്കുന്ന ഈദംതോട്ടവും 21 നിശ്ചല ദൃശ്യങ്ങളുമാണ് ഇത്തവണത്തെ ബോൺനത്താലയുടെ പ്രത്യേകത. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ബോൺനത്താലയോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിന്റെ ദുരിതത്തിൽ ജീവിതം വഴിമുട്ടിയ ക്രൈസ്തവർക്ക് ക്രിസ്തുമസ് കാലത്ത് ആശ്വാസം പകർന്നുകൊണ്ട് ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിസബെല്ല ഗാസ സന്ദർശിച്ചു. ഹോളി ഫാമിലി ദേവാലയത്തിൽ വെച്ച് ക്രിസ്തുമസ് വിശുദ്ധ കുർബാന അർപ്പിച്ച പാത്രിയാർക്കീസ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ക്രിസ്തുമസ് ട്രീയും പുൽക്കൂടും ആശീർവദിച്ചു. ഗാസയിലെ ഇടവക ജനങ്ങളുമായി നിത്യവും നടത്തുന്ന ഫോൺ കോളിനിടെ കഴിഞ്ഞ ആഴ്ച പാത്രിയാർക്കീസ് ഫ്രാൻസിസ് പാപ്പയുമായി സംസാരിച്ചിരുന്നു. യുദ്ധം ആരംഭിച്ച ശേഷം ഇത് 2ാം തവണയാണ് പാത്രിയാർക്കീസ് ഗാസ സന്ദർശിക്കുന്നത്. ഗാസയിൽ ചവറുകൂമ്പാരങ്ങളും ശുചിത്വമില്ലായ്മയും മാത്രമേ കാണാനുള്ളൂവെന്ന് പറഞ്ഞ പാത്രിയാർക്കീസ് സ്ഫോടനങ്ങളുടെ ശബ്ദവും ഡ്രോണുകളുടെ ഇരമ്പലും മാത്രമാണ് കേൾക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 3 വർഷങ്ങളായി യുദ്ധം അതിന്റെ തീവ്രതയിൽ തുടരുന്ന ഉക്രൈനിൽ ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേക കരുതൽ അറിയിച്ചുകൊണ്ട് ക്രിസ്തുമസ് ദിനങ്ങളിൽ സന്ദർശനം നടത്തി പാപ്പയുടെ ഉപവിപ്രവർത്തനങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ കോൺറാഡ് ക്രജേവെസ്കി ക്രിസ്തുമസ് ദിനത്തിൽ കർദിനാൾ ലത്തീൻ കത്തീഡ്രലിൽ വിശുദ്ധ ബലിയർപ്പിച്ചു. നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. പിറവി തിരുനാൾ ദിനങ്ങളിലും റഷ്യ വൻ ആക്രമണമാണ് നടത്തിയത്. ആക്രമണത്തിൽ ഉക്രൈൻ ഊർജ്ജ സംഭരണ കേന്ദ്രം പൂർണ്ണമായും നശിച്ചു. ഫ്രാൻസിസ് പാപ്പ ഉക്രൈൻ ജനതയ്ക്ക് ക്രിസ്തുമസ് ദിനത്തിൽ നൽകിയ വിവിധ സഹായങ്ങളുമായിട്ടാണ് കർദിനാൾ പ്രദേശത്ത് എത്തിച്ചേർന്നത്. ദി ചോസൻ എന്ന ജനപ്രിയ ബൈബിൾ പരമ്പരയിൽ യേശുവിന്റെ വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ജനകോടികളുടെ ഹൃദയം കീഴടക്കിയ ജോനാഥൻ റൂമി സ്വന്തം ജീവിതത്തിലും യേശുവിന്റെ പാതയിൽ പാവപ്പെട്ട ക്രൈസ്തവരായ കുട്ടികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സഹായിക്കുന്ന അൺബൗണ്ട് എന്ന കാത്തലിക് ചൈൽഡ് സ്പോൺസർഷിപ്പ് സന്നദ്ധ സംഘടനയുടെ ശ്രമങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് കഴിഞ്ഞ 1 വർഷമായി താൻ സ്പോൺസർ ചെയ്തു വരുന്ന റുവാണ്ടയിൽ നിന്നും താൻസാനിയയിൽ നിന്നുമുള്ള കുട്ടികളുമായി നേരിട്ട് നടത്തിയ കൂടിക്കാഴ്ച ഹൃദയസ്പർശിയായി. സഹായങ്ങൾ ആവശ്യമുള്ളവരിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 1981 സ്ഥാപിതമായ കത്തോലിക്ക സന്നദ്ധ സംഘടനയാണ് അൺബൗണ്ട്. ആയിരക്കണക്കിന് സ്പോൺസർമാരിലൂടെ ലഭിക്കുന്ന സഹായങ്ങൾ ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് വ്യക്തിപരമായി വിതരണം ചെയ്തു വരികയാണ് സംഘടന. അപരനെ കുറിച്ച് നല്ലത് പറയുകയും പരദൂഷണം പറയാതിരിക്കുകയും ചെയ്യുന്നത് എളിമയുടെ ആവിഷ്കാരമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ റോമൻ കൂരിയായിലെ അംഗങ്ങൾക്ക് പതിവ് പോലെ ഇക്കൊല്ലവും തിരുപ്പിറവി തിരുനാൾ ആശംസകളേകുന്നതിനെ വത്തിക്കാനിൽ നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ അവരെ സംബോധന ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഒരു സഭാ സമൂഹം സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുന്നത് അതിലെ അംഗങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിക്കാതെയും സംസാരിക്കാതെയും എളിമയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നതിനെ അനുപാതികമായിട്ടാണെന്നും കർത്താവിന്റെ മനുഷ്യാവതാര രഹസ്യത്തിന്റെ കാതലായ ഘടകമാണ് ഈ എളിമയെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.